പഠനാവശ്യത്തിനായിട്ടുള്ള കണ്ടന്റ് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ പത്രത്തിലോ മാഗസിനിലോ ഒക്കെ വന്ന കണ്ടന്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് നമ്മൾ തയ്യാറാക്കുന്ന കണ്ടന്റിലേക്ക് ടൈപ്പ് ചെയ്ത് ചേർക്കാറുമുണ്ട്. മലയാളത്തിലുള്ള കണ്ടന്റുകൾ ടൈപ്പ് ചെയ്ത് ചേർക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഗൂഗിൾ ലെൻസിൻ്റെ സഹായത്തോടെ പത്രത്തിലെയോ മാഗസിനിലെയോ അക്ഷരങ്ങളെ നമുക്ക് ഡിജിറ്റൽ ടെക്സ്റ്റാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഗൂഗിൾ ലെൻസ് തുറക്കാം. നമുക്ക് ആവശ്യമുള്ള കണ്ടന്റിനെ ഫോക്കസ് ചെയ്യുക. ഇത് വലിയ മാറ്ററാണെങ്കിൽ നമുക്ക് കുറച്ച് ഭാഗം ആദ്യം സ്കാൻ ചെയ്തതിന് ശേഷം ബാക്കി ഭാഗം പിന്നീട് ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ മതി. അക്ഷരങ്ങൾ കൂടുതൽ വ്യക്തമാകുന്ന രീതിയിൽ മൊബൈൽ അടുപ്പിച്ച് പിടിക്കേണ്ടതാണ്. അതിനുശേഷം സ്കാൻ ചെയ്യാം. ഏരിയ സെലക്ട് ചെയ്യാം, ക്രമീകരിക്കാം. ഏത് ഭാഗത്തെ ടെക്സ്റ്റാണോ വേണ്ടത് അത് നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. അതിനുശേഷം സെലക്ട് ടെക്സ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. കോപ്പി ചെയ്യാം. ഇനിയും ഏതെങ്കിലും ടെക്സ്റ്റ് കോപ്പി ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷനിലേക്ക് ഇതിനെ പേസ്റ്റ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ലെൻസ് വെച്ച് ക്യാപ്ചർ ചെയ്ത ആ ടെക്സ്റ്റ് ഇത് ഡിജിറ്റൽ ടെക്സ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ചെറിയ തിരുത്തലുകളൊക്കെ വരുത്തേണ്ടതുണ്ടാവും. ഇവിടെ നമ്മുടെ എന്നുള്ളതിന് ആദ്യത്തെ ആകില്ല. അത് നമുക്ക് അങ്ങനെയുള്ള എഡിറ്റിംഗ് ഒക്കെ നമുക്ക് നടത്തേണ്ടി വരും. അപ്പോൾ ഈ രീതിയിൽ മാഗസിനിലോ പത്രത്തിലോ ഒക്കെ വരുന്ന മാറ്ററിനെ, കണ്ടന്റിനെ നമ്മുടെ ആവശ്യത്തിനേക്ക് ടൈപ്പ് ചെയ്യുന്ന ആ ബുദ്ധിമുട്ട് ഒഴിവാക്കി എളുപ്പത്തിൽ ക്യാപ്ചർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ കൂടുതൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ ലിസൺ എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ ഇമ്മുടെ കയ്യിലുള്ള പണവും താല്പര്യങ്ങളും പരിഗണിച്ച് അടുത്ത വിദേശയാത്ര എങ്ങോട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന കണ്ടന്റിനെ വായിച്ച് കേൾപ്പിക്കാനുള്ള സൗകര്യവും ഗൂഗിൾ ലെൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഈ കണ്ടന്റിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ട്രാൻസ്ലേറ്റ് എന്നുള്ളത് നൽകിയിട്ടുണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ കണ്ടന്റിനെ ഒന്ന് കോപ്പി ചെയ്യാം. അതിനുശേഷം ട്രാൻസ്ലേറ്റ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ന്യൂ ട്രാൻസ്ലേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഏത് ലാംഗ്വേജിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ മലയാളമാണെന്നുള്ളത്, ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ തമിഴാണ് തമിഴ്. ഏത് ലാംഗ്വേജിലേക്ക് വേണോ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിലേക്കാണ് വേണ്ടതെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ പേസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ കണ്ടന്റ് ഇവിടെ വന്നിട്ടുണ്ട്. ആ കണ്ടന്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്ത ആ ടെക്സ്റ്റിനെ നമുക്ക് ആവശ്യമുള്ള ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിൽ ലഭ്യമാണ്.